അവര് രണ്ടുപേരും ചേർന്നാ എന്റെ വെക്കേഷൻ കൊളാക്കിയേ. അവര് കാരണം ഞാൻ ഇപ്പൊ നാട് വിടുന്നേ, അറിയോ? ആ പ്രീതേ, ചിഞ്ചു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവള് അടുത്ത ആഴ്ച UK പോവല്ലേ, കുറച്ചു ദിവസം അവിടെ നിക്കട്ടെ എന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ. ആ പിള്ളേർ അവിടെ ഉണ്ടോ? ഉണ്ട്. ആ ശ്രദ്ധിച്ചേക്കണേ. ശ്രദ്ധിച്ചേക്കാം. ശരി എന്നാ ഞാൻ പോട്ടെ, അടുപ്പത്ത് സാധനങ്ങൾ ഇരിക്കുക. ശരി. നീ എന്താ ആലോചിക്കുന്നത്? അല്ലടി, ചിഞ്ചു വരുന്നുണ്ടെന്ന്. ഞാനും അറിഞ്ഞു. അവളിപ്പോ UK-ലാണല്ലേ? വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ അവളെ എന്തോരം ഉപദ്രവിച്ചേക്കണല്ലേ. ആരോട് ചോദിച്ചിട്ടാണ് നീ എന്റെ കളർ എടുത്തത്? വരയ്ക്കാൻ നീ എന്നോട് തോറ്റെടുക്ക. എന്നോട് വരക്കണ്ടോ? വേണമെങ്കിൽ ഇട്ടോ. എന്തിനാ കരയുന്നെ? അവള് പിച്ചി. അവള് ബുദ്ധിച്ചോ? ചാല പോട്ടെ. എനിക്ക് വേണോ? വേണ്ട. ഇത് എന്തിനാ എന്റെ ബുക്കിന്റെ പേപ്പർ കീറിയ? വരയ്ക്കാം. ഇനി എന്റെ ബുക്കിന്റെ പേപ്പർ കീറോ? ഇനി എന്റെ ബുക്കിന്റെ പേപ്പർ കീറോ? ആന്റിനോട് പറഞ്ഞു കൊടുത്തിട്ട് പോയി കണ്ണി വെള്ളം കുടിക്കരി പെണ്ണെ. അവളെ സോപ്പിട്ട് അവളുടെ ഇഷ്ടം പിടിച്ച് പറ്റണം. എന്നിട്ട് അവളുടെ കൂടെ UK-ക്ക് അങ്ങ് പറക്കണം. അന്ന് സംഭവിച്ചതിനെല്ലാം കാരണം ഇവളാണെന്ന് പറഞ്ഞ് അവളുടെ തലയിൽ അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അവളുടെ കൂടെ ഞാൻ അങ്ങ് UK-ക്ക് പോകും. ലൈഫ് സെറ്റ്. UK-ൽ ഞാനൊരു പൊളിക്കും. എന്തിനാ ചിരിക്കണേ? ഒന്നുമില്ല. ഞങ്ങൾ ഓർമ്മണ്ട. പ്ലീസ് ഗീവ് മീ എ വേ. ആന്റി, ആന്റി. ജാടണ്ടല്ലേ? ഞാനെന്താ വേണ്ടിയമ്മോ? ഞാനോ എന്റെ പട്ടി വേണ്ടി.
ചിഞ്ചു ബുക്ക് വായിക്കാണോ? കണ്ടിട്ടെന്ന് തോന്നുന്നു. ബുക്ക് വായിക്കാന്ന് അതല്ല, വല്ല എക്സാമിനും പ്രിപ്പയർ ചെയ്യുകയാണോ? നോ. ചിഞ്ചിന് സുഖാണോ? കൈയെടുത്തേ. ലൊലിറ്റ കൈയെടുത്തേ. അയ്യോ, ഞാൻ ചിഞ്ചുവിന്റെ ലോലിയല്ലേ, അങ്ങനെയൊക്കെ പറയാവോ? ആരായാലും കൈയെടുക്ക. ഞാനേ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വന്നതാ. UK എന്തുണ്ട് വിശേഷം? അതിന് UK ആരെ അറിയാം ലൊലീറ്റയ്ക്ക്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് UK ആരും അറിയത്തില്ല. പക്ഷെ ചിഞ്ചു എന്റെ ക്ലോസ് ആയോണ്ടേ എനിക്ക് UK കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ലൂസ് ടോക്കിന് എനിക്ക് താല്പര്യമില്ല. താല്പര്യമില്ല? വേണ്ട, നമുക്ക് കുറച്ച് ടൈറ്റ് ആയിട്ട് ടോക്ക് ചെയ്യാം. ഓക്കെ? ലൈം ജോക്സ്. ലൈം ജ്യൂസ് വേണോ? ആൻറ്റി ഒരു ലൈം ജ്യൂസ്. എന്താ വേണ്ട? എനിക്ക് കുറച്ച് സ്പേസ് വേണം. സ്പേസ് വേണോ? ഇത്രയും മതിയോ? ഒന്ന് എഴുന്നേറ്റ് പോവാമോ? അല്ല ചിഞ്ചു ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് പെരുമാറുക? അതൊക്കെ മറക്കണ്ടേ, നമ്മൾക്ക് വലുതായില്ലേ. പഴയ കാര്യങ്ങളെ പറ്റി ഓർമ്മിപ്പിക്കല്ലേ കേട്ടോ. ആണല്ലേ, അതൊക്കെ വിട്ട് കളയണം. ഞാൻ പോയിട്ടെ ചിഞ്ചുവിന് കഴിക്കാൻ വല്ല എടുത്തോണ്ട് വരാതായിരിക്കും. കുട്ടി വായിച്ചോ. ആന്റി സൂപ്പറാണ് വന്നിരിക്കുന്നത്. ചിഞ്ചു എന്താ വേണ്ടേ? ചിഞ്ചു ആളാകെ മാറിപ്പോയി. പണ്ടത്തെ ആ കൊരഞ്ഞ ഫേസ് ഒക്കെ പോയി. എന്തൊരു സുന്ദരിയാ. കൊരങ്ങി ഫേസോ? അത് എന്റെ നല്ല ഇടി കിട്ടും. പണ്ടത്തെ ചിഞ്ചു അല്ല ഞാൻ. ഞാൻ തമാശ പറഞ്ഞ ചിരിക്ക് മനസ്സിലായില്ലേ? കോമഡി ഒന്ന് വിട്ടേ. ചിഞ്ചു UK ഒറ്റയ്ക്കാ? അതെ. ആരുമില്ല കൂട്ടിന്? ഇല്ല. ഷോ കഷ്ടായി പോയില്ലേ. അപ്പൊ ഈ വാഷ് ചെയ്യുന്നതും പിന്നെ കിച്ചണിലെ പണികളൊക്കെ എങ്ങനെയാ നടക്കുന്നത്? ഞാൻ തനിയെ ചെയ്യും. ഈ ജോലിയും ഇതൊക്കെ കഴിഞ്ഞു വന്ന് തിരിച്ചു വന്നിട്ട് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുമോ? ആ. പാവം, കഷ്ടല്ലേ. ഒരു കഷ്ടവും ഇല്ല. അതെ, ഈ തുണി അലക്കലും കുക്കിങ്ങും പിന്നെ ക്ലീൻ ചെയ്യലും വീട് ക്ലീൻ ചെയ്യലൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യും കേട്ടോ. ഞാനിപ്പോ ഈ ഹൗസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോട്ടൽ മാനേജ്മെന്റ് അല്ലേ? അല്ല, ഹൗസ് മാനേജ്മെന്റ്. അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുക, അടിക്കുക, തുടയ്ക്കുക, വാഷ് ചെയ്യുക, വീട് നല്ല വൃത്തിക്ക് നോക്കണമല്ലോ. അതാ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ വരാട്ടോ. വേണ്ട. അല്ല, ഞാൻ നന്നായിട്ട് ഇതൊക്കെ ചെയ്തു തരാം. പിന്നെ ചിഞ്ചു പണിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഇങ്ങനെ നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്തു തരാം. ഒന്ന് പോവാമോ? എനിക്ക് മനസ്സിലായി എങ്ങോട്ടായി കേറി വരുന്നേന്ന്. അതല്ല, നന്നായിട്ട് ഹെഡ് മസാജ് ഒക്കെ ചെയ്തു തരാം. നല്ല സുഖം. എനിക്ക് അവിടെ സർവന്റിനെ കിട്ടും, ഞാൻ ചെയ്തോളാം. ഇവിടെ ചൂടുണ്ടല്ലോ, എന്റെ മുറിയിലേക്ക് വരുന്നോ? നല്ല AC ഒക്കെ ഇട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ. എനിക്ക് ചൂടാ ഇഷ്ടം. ആണോ? ഒന്ന് എഴുന്നേറ്റ് പോവാമോ? മൂടും പോയി, നാശങ്ങള്. Yeah, that's fine. I'm on leave right now, but I'll be back soon. Yeah, after 1 month anyway, but still, yeah. അയ്യോ ഞാൻ കൈ കൊണ്ടിട്ടൊക്കെ വേഗം കുടിച്ചു. ഇതെന്തത്? ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ്. മമ്മൂക്കൊക്കെ ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ്. വേഗം കുടി. എനിക്കൊന്നും വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവോ? ദൈവമേ, എന്റെ ചിഞ്ചുവിന്റെ കോലം നോക്ക്, മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുക. നീ നിന്റെ ആരോഗ്യം ഒന്നും നോക്കുന്നില്ലല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, അങ്ങ് UK പോകുമ്പോ എന്നെയും കൂടി കൊണ്ടോ. ഞാൻ നിന്റെ ആരോഗ്യം ഒക്കെ നോക്കിക്കോളാം. വേണ്ട. 3 നേരം ഭക്ഷണം, നിന്റെ ഫിറ്റ്നസിന്റെ കാര്യങ്ങൾ, നിന്റെ ഡയറ്റ് പ്ലാൻസ് എല്ലാം ഞാൻ നോക്കിക്കോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണമെന്ന് അതെങ്ങനെ ശരിയാവണേ? അതുകൊണ്ട് വേഗം കുടി. എന്തത്? ജ്യൂസ്. നിന്റെ ജ്യൂസ്. നാശങ്ങളും ഭയങ്കര ശല്യ, ഒരു സമാധാനം തരുന്നില്ല.
സുന്ദരി സുന്ദരി ഞാൻ പേര് മാറ്റി ചിഞ്ചുവിന്റെ. അതെ, ഞാൻ ഈ തുണി അലക്കാൻ എടുത്തിരിക്കുക ചിഞ്ചുവിന്റെ. ഈ ഹോം മാനേജ്മെന്റ് പഠിച്ചോണ്ടേ എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. വേറെ വല്ല തുണി ഉണ്ടോ കഴുകാൻ? ഇത് എന്റെ തുണിയാ, എനിക്കിതിപ്പോ കഴുകണ്ട. എന്നാ ഞാൻ അത് കഴുകിയിട്ട് കൊണ്ടുവരാം. വേണ്ട, എന്റെ തുണി എനിക്ക് തന്നാ മതി. ഞാൻ കഴുകിക്കോളാം. എനിക്ക് കഴുകാൻ ഭയങ്കര ഇത് എന്റെയാ, എന്റെ UK ഡ്രസ്. ദുഷ്ടേ. നീ അവളെ വളയ്ക്കാൻ നോക്കിയില്ലേ? എന്നിട്ട് പണി പാളിയില്ലേ? നീയോ അതന്നെയല്ലേ ചെയ്ത പണി അങ്ങനെ തന്നെ പാടിയില്ലേ? എന്തായാലും നീ ഇപ്പൊ ഒരുമിച്ച് നിന്നിട്ടേ കാര്യമുള്ളൂ. പ്ലാൻ ഉണ്ട്. അപ്പൊ മാല തട്ടിപ്പറിക്കുന്ന പോലെ അഭിനയിക്കണം. അതുകൊണ്ട് എനിക്കെന്താ ഗുണം? നിനക്ക് ഞങ്ങള് 500 രൂപ തരും. അയ്യേ 500? പോരാ, അന്നൊരു 500. 600. അതൊക്കെ ഓക്കെ. 600 രൂപ അങ്ങോട്ട് തരും. 600 ആണെങ്കിൽ ഓക്കെ. അല്ല, ഇതൊക്കെ ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് എന്താ ഗുണം? ഞങ്ങളുടെ ഗുണം, ഞങ്ങൾക്കല്ലേ ഗുണം ഇരിക്കുന്നത്. നീ മാല പൊട്ടിക്കാൻ ചെല്ലുന്നു, ആ സമയം തക്ക സമയത്ത് ഞങ്ങൾ ഓടി വന്ന് അവളെ രക്ഷിക്കുന്നു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അവൾക്ക് ഞങ്ങളോടുള്ള വിശ്വാസവും സ്നേഹവും ഉണ്ടാവും. ഉടനെ തന്നെ അവള് ഞങ്ങളെ രണ്ടുപേരും UK കൊണ്ടുപോകും. അപ്പൊ ഞാനും പറഞ്ഞു UK. അത് വേണ്ട, നിനക്ക് ഞങ്ങള് വേറെ സ്ഥലത്ത് അല്ല സെറ്റ് ആക്കിട്ട്. അപ്പൊ എങ്ങനെ? അപ്പൊ ചെയ്യല്ലേ? 600 ഡീൽ. ഞാനും ഓക്കെ. 600 ഡീൽ. വരുന്നുണ്ട്. ഇവിടെയാണ് ആൾക്കാരിങ്ങനെ കഞ്ചാവൊക്കെ അടിച്ചിരിക്കുന്ന സ്ഥലം. അഭിനയിച്ച് തകർക്കുഞ്ഞ. മരിക്കുമാടി അല്ല, നമ്മളിതിനെ പിടിക്കുന്നത് നമ്മള് കൊണ്ടുപോകാനല്ലേ അവനെ. അവന്റെ കാര്യം നമുക്കല്ലേ അറിയുള്ളൂ. നിനക്ക് പയ്യെ പറഞ്ഞ പോലെ അവരെ കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് അവള് ദൂരല്ലേ, അവള് കേട്ടിട്ടൊന്നും. കേട്ടു. അപ്പൊ നിങ്ങൾ രണ്ടുപേരോട് ഒപ്പിച്ച പണിയാണല്ലേ അത്? എത്രയുടെ സാധനം അറിയാൻ അവൻ കൊണ്ടുപോയത്? ടെൻഷൻ അടിക്കണ്ട, അവൻ നമുക്ക് അറിയുന്ന ഇറക്കനാ. ഇപ്പൊ കൊണ്ടുവരും. മാലിന് ഞാൻ തരാനും പോണില്ല, നിങ്ങളൊരു UK പോണില്ല. അവന്മാരുടെ കളി താനിപ്പൊക്കെ വരും, ഒരു കുഴപ്പമില്ല. എന്റെ സ്വഭാവം മാറ്റരുത്, മര്യാദയ്ക്ക് സാധനം കൊണ്ടുവന്നോ. നിന്റെ കയ്യിൽ അവളുടെ നമ്പർ ഇല്ലേ, മൊബൈൽ നമ്പർ? അവന് മൊബൈൽ ഉണ്ടായിട്ടുണ്ട്, മൊബൈൽ നമ്പർ വാങ്ങിക്കാൻ. ഓഹോ, അങ്ങനെയാണോ? വരുമായിരിക്കും. 500 രൂപ കൊടുത്തല്ലേ നമ്മള് സാധനം കൊടുക്കും. അയക്കട്ടെ നിന്റെ മാല. നിന്റെ മാല കൊടുക്കും. എന്റെ മാല എന്തിനാ നിനക്ക്? ഇത്ര വലിയ മാല ഇത് കൊടുക്കാം. ഇത് സ്വർണ്ണ. നിങ്ങൾ